ഹലോ ഗൈസ്, നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇവിടെ ഒരു ചർച്ചയിലാണ്. നമ്മളൊരു രഹസ്യ ഗൂഢാലോചനയിലാണ്. അഖിൽദാസിന്റെ ബർത്ത്ഡേ ആണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു സർപ്രൈസ് കൊടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവർ രണ്ടും പുറത്തേക്കാണ്. വിളിച്ചേട്ടനും ദാസൻ ചേട്ടനും കൂടെ പുറത്തിരിക്കണം. നമ്മള് ഷൂട്ടിന് വന്നിട്ട് ഇങ്ങനെ മേനംകുളം ബീച്ചിലാണ്. അതെ അതെ, നമ്മള് മാറിയിരുന്ന് എടുക്കുകയാണ്. മിക്കവാറും ഡൗട്ട് അടിക്കുമെന്ന് തോന്നുന്നു. അവന്മാര് വേറെ കുറച്ച് ചർച്ചയിലാണ്, അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അതെ, അപ്പൊ നമ്മളിത് പ്ലാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. നമ്മളൊരു കേക്ക് വാങ്ങുന്നുണ്ട്, അത് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് നമ്മളൊരിത്. ഇവന്മാർ അറിയാനും പാടില്ല. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞ് തുടങ്ങാം. എന്തെങ്കിലും ഒരു ഐഡിയ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചുമ്മെങ്കിലും തട്ടിക്കൂട്ടും. മിക്കവാറും അവൻ പറയും വേണ്ടാന്ന് പറയും. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം, പുഷ് ചെയ്യാം. എന്നിട്ട് ചുമ്മാ എടുത്തു പോകാം, എന്നിട്ട് നോക്കാം. വ്ലോഗ് എടുക്കുന്ന രീതിയിൽ തുടങ്ങിയിട്ട് ശ്രീകാന്ത് ഏട്ടന്റെ വീട്ടിലെത്തിച്ച് കൊടുക്കാം എന്നുള്ളതാണ് ഒരു പ്ലാൻ. അതെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എടുപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. എവിടെയെങ്കിലും ഒരിടത്ത് ഫുഡ് കഴിക്കാതിരുന്നിട്ട് അത് നോക്കാം, കൊണ്ട് എടുക്കാൻ പറ്റുമോ. അതെ, അപ്പൊ അതാണ് പ്ലാൻ. എന്തായാലും നമുക്ക് നോക്കാം. അതെ, ഇപ്പൊ നമ്മൾ സ്വിഗ്ഗിയിൽ കേക്ക് നോക്കുകയാണ്. കാരമൽ ഹണി കേക്ക് ഉണ്ട്, വാൻചോ ഉണ്ട്. വാൻചോ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഫിഗ് ആൻഡ് ഹണി ഉണ്ട്, റോയൽ ബട്ടർ സ്കോച്ച്. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ആയല്ലോ, ഏതെടുക്കണം. കസാട്ട പിസ്ത ഇത് വേണ്ട. ഇത് നമ്മൾ ഇന്നലെ കഴിച്ചിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ബട്ടർ സ്കോച്ച് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ സ്ഥിരമുള്ളതല്ലേ. നമുക്ക് ഈ റെഡ് ബി കേക്ക് മേടിച്ചാലോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇഷ്ടമാണ്. ചോക്ലേറ്റ് ആണോ? ഏത് വേണം നിനക്ക്? ഏത് വേണം? ലുക്ക് എനിക്ക് റെഡ് ബി. ഓക്കെ, അപ്പൊ അത് തന്നെ എടുക്കാം. കൊള്ളാമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, അത് വാങ്ങിക്കാം. അപ്പൊ ചേട്ടന്റെ വീട്ടിൽ വാങ്ങി വെക്കും. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. അതെ, അത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുപോവാം. പിന്നെ ആറ്റോന്നേ ഉള്ളൂ, കൊണ്ടുപോവാം. ഓക്കെ, ഇന്നൊന്നും എടുത്തില്ലല്ലോ. എങ്ങനെ എടുക്കണം? എന്തെങ്കിലും എടുത്താലോ സെറ്റപ്പ്. എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കഴിക്കാൻ പോണ്ടേ? കഴിക്കാൻ പോണ വീഡിയോ എടുത്താലേ. നമ്മൾ ഇതുവരെയ്ക്ക് എടുത്തിട്ടില്ലല്ലോ. നമ്മള് ഒരു വെറൈറ്റി ആയിട്ട് ഒരു സ്പോട്ടിൽ പോവാം. ഹായ് ഗായ്സ്, നമ്മുടെ ഫുഡ് ഹണ്ടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എത്ര മണിയായി? രാത്രി 12 മണി. പാടെ എല്ലായിടത്തും ഭയങ്കര തിരക്ക്. കണ്ട തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫ് കണ്ടോ നിങ്ങൾ? 12 മണിക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുന്ന നോക്കി. 12 മണിക്ക് ലൈവ് അല്ല, ട്രിവാൻഡ്രം ലൈവ് അല്ല എന്ന് പറയണ കണ്ടോ? അതെ, വേണമെങ്കിൽ നമ്മളിതൊരു 3 മണിയാക്കാം രാത്രി. അതെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ്? പരിപാടി ഒതന്റിക് ചിക്കൻ ഫ്രൈ കിട്ടുന്നത്, ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ. അതിപ്പോ കുറവാണ്. നമ്മൾ വ്യത്യസ്തമായിട്ട് ഫുഡ് ബ്ലോഗ് ആണ് ചെയ്യുന്നത്. അതെ അതെ, അപ്പം അത് നൈറ്റ് ഫുഡ് ഹണ്ടിങ്. നിങ്ങൾ ആരും കാണാത്ത നൈറ്റ് ഫുഡ് ചെന്നൈയിൽ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ട്രിവാൻഡ്രത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതെ, അഭ്യർത്ഥന മാനിച്ച് തിരുവനന്തപുരത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഭയങ്കര സ്പെഷ്യലാണ്. അതെ, അപ്പോൾ നമ്മൾ അതിന്ന് നമ്മൾ ഹണ്ട് ചെയ്ത് നമ്മളൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡ് റിവ്യൂവേഴ്സ് ഹൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പം അത് ഉള്ളതാണോ അല്ലേ എന്ന് നമ്മൾ തിരിച്ച് അതിന്റെ സത്യം വെളിപ്പെടുത്താൻ വേണ്ടി നമ്മളവിടെ പോണത്. ബ്രേക്കിംഗ് ആണ്, ഓൾഡ് സ്കൂൾ ബ്രേക്കിംഗ്. അതെ, ഡെയറിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ചിക്കൻ ഫ്രൈ ആകുമ്പോൾ പുതുമയുണ്ട്, ആരും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി കാണിക്കാം. അതെ, അങ്ങനെ ഫൈനലി നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മള് നേരെ പോയിട്ട് ലെഫ്റ്റിലല്ലേ പോയി നേരെ ജംഗ്ഷനിൽ ലെഫ്റ്റ്. അപ്പൊ അവിടെയാണ് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ കിട്ടുന്ന കട ഉള്ളത്. നമ്മള് എങ്ങനെയാണ് ഈ കട കണ്ടുപിടിച്ചത്? ഒരു ഫുഡ് ബ്ലോഗറിന്റെ ഒരു റീല്. പണ്ട് നമ്മൾ 2024 ഈ സാധനം നമ്മൾ പറഞ്ഞത്. ഇതാണോ കട? ഓക്കെ, മെയിൻ റോഡ്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. നമ്മളത് പെട്ടെന്ന് തപ്പിയെടുത്ത് വന്നതാണ് ഈ സ്ഥലത്തോട്ട്. ഇനി ആ കട ഉണ്ടാന്ന് തന്നെ അറിഞ്ഞൂടാ, നമുക്ക് പോയി നോക്കാം. യെസ്, നമ്മളിതാ ഏത് കട? ആ കടയിലെത്തി, അവര് പറഞ്ഞ കടയിലെത്തി. നമ്മൾ വിചാരിച്ചത്ര വലിപ്പമില്ലേ? ഇല്ല, കുഞ്ഞു കട. ഇരിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? ഇതാണ് അവര് വീഡിയോ എടുക്കാൻ വന്നോണ്ടായിരിക്കും ഇരിക്കാനൊക്കെ സെറ്റപ്പ് കിട്ടിയത്. നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടെന്ന്. വലിയൊരു ചിക്കൻ ഫ്രൈ, ഒരു വലിയ ചിക്കൻ ഫ്രൈ ഇതാണ് സ്പെഷ്യൽ എന്നാണ് പറഞ്ഞു. കഴിച്ചു നോക്കാം. അപ്പൊ നമ്മള് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു ചിക്കൻ ഫ്രൈ. ഫ്രൈ നല്ലതായിരുന്നു. പൊറോട്ട ഞാൻ കഴിച്ചില്ല. പൊറോട്ട കൊള്ളായിരുന്നു. റീലിൽ കണ്ടതുപോലെ അത്രയും വലിയ സംഭവം. അയ്യോ, അത് തള്ളു. ഇത്രയും ഇതല്ല, പക്ഷെ എന്നാലും ഫ്രൈ നല്ല ഫ്രൈ ആയിരുന്നു. അകത്തൊക്കെ നല്ല ഫ്രൈ ആയിരുന്നു. നമ്മളെ കടയുടെ പേരൊന്നും കാണിച്ചിട്ടില്ല, ചുമ്മാ എന്തിനാണ് വെറുതെ. അതെ, ഇതൊരു പ്രൊമോഷൻ ഒന്നും അല്ല. നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നു, കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളിത് കാണിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് ഗ്യാരണ്ടി ഇല്ല. ശരി, കാര്യം ഒരു നമ്മുടെ അക്കോമഡേഷൻ ഒക്കെ ഭയങ്കര കുറവാണ്. ഒരു കുഞ്ഞു സ്പേസ് ആണ്. ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനൊക്കെ ചിലപ്പോൾ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് കാണിക്കുന്നില്ല. ആത്മവിശ്വാസം മാത്രമല്ല, എന്റെ അനിയനല്ലേ ഇത്. ഞാൻ അവനെ വിളിക്കാൻ വരാൻ ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് പോയാൽ പോയി.
ഹായ് ദാസ. നിനക്ക് ബർത്ത്ഡേ. ബർത്ത്ഡേ നിനക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ല എന്നാണോ നീ പറയുന്നത്? ഓ അതിനെ ഇച്ചിരി ഇതായി പോയി. അത് സാരമില്ല. സാരമില്ല, പക്ഷെ കൊള്ളാം. ഫ്രണ്ടില് നിങ്ങൾക്കറിയായിരുന്നാ? ഓ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ചേ ഇങ്ങനെ ഇറങ്ങി പോയി ഉടനെ. ഈ ബാഗ് കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചിട്ട് ഇവ എടുത്തില്ലേ, ഇവ ഇങ്ങനത്തെ മണ്ടത്തിലോ കാളിക്കും. ഞാൻ അറിഞ്ഞില്ലടാ. നിനക്ക് തോന്നിയില്ലേ ഈ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും തോന്നിയില്ലേ? അല്ലെങ്കിൽ ഈ കൂറ വീഡിയോ എടുക്കാനൊക്കെ പറയുവാണെങ്കിൽ വാവ് എക്സ്പ്രഷൻ ഇട്ടില്ല അവൻ ഇതൊന്നും കുറച്ച് നമുക്ക് മുറിക്കാം, എന്തായാലും മുറിക്കാനുള്ളതല്ലേ. മുറിക്കാനുള്ള സാധനം കണ്ടില്ല. അയ്യോ അത് തന്നില്ലേ? ഇത് കാണുമായിരിക്കും. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദാസൻ ചേട്ടന് ഒരു വിഷ് കൊടു. ബസ് ആഘോഷിക്കാതെ 35ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മളുടെ നമ്മുടെ വകയെ സ്നേഹാദരങ്ങൾ. അവിടെ നിന്ന് കരയോ കരഞ്ഞിട്ട് വന്നു. കണ്ണു നിറഞ്ഞ് പറഞ്ഞില്ല, പനി ആയതുകൊണ്ട് കണ്ടു. മറന്നിട്ടില്ലല്ലേ? ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു. മുറിയുടെ ആകോട്ടെ എത്ര പറഞ്ഞില്ല. അത് നമ്മളല്ലേ കൊടുക്കാറുള്ളത്. ഓ ചേർന്നോ? കൊള്ളാടെ പിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അല്ല നമ്മള് കളർഫുള്ള് നോക്കി വാങ്ങിയതാ. നമ്മള് വാങ്ങിച്ചത് കൊച്ചു കളമാർ. കേക്ക് കൊണ്ടുവന്ന അമ്പുവിന് നിങ്ങളുടെ അടുത്ത് ഇവിടെ എത്താറാവുമ്പോ പറയാനല്ലേ പറഞ്ഞത്. സാധാരണ വരൂല സമയം. പക്ഷെ കൊള്ളാം കേക്ക്. ഓക്കെ നീ പോയി കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നീ എന്തിനാടാ വീട്ടിലോട്ട് പോയത്? ഇങ്ങേർക്ക് അറിഞ്ഞൂടായിരുന്നു. പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അവന് മനസ്സിലായി. വിചാരിച്ചു ഇവ എവിടെ പോണ്, അമ്മ നമ്മളെ വണ്ടി കയറുമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോഴത്തെ ഇങ്ങനെ ബാക്കി ഇങ്ങനെ കണ്ടപ്പോ ഞാൻ മനസ്സിലായി കേക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചേ ഇവൻ ബാഗ് കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു ഞാനും കൊണ്ടുവന്നില്ലെന്നാണ് വിചാരിച്ച. മണ്ടൻ ഞാൻ കേക്ക് എടുത്തോണ്ടില്ലേ പറഞ്ഞത്. പക്ഷെ അവന്റെ ബുദ്ധി കൊള്ളാം കേട്ടാ. അറിയൂല, ഞാനും വിചാരിച്ചു അവന്റെ ഇല്ല കാര്യം. അവൻ ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോകണം ഇത് ബാഗാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞ് സർപ്രൈസ്? നല്ലതായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല, സീരിയസ്ലി പ്രതീക്ഷിച്ചില്ല. അഭിനയിക്കണല്ല, സീരിയസ്ലി വിചാരിച്ചു അവൻ എവിടെ വെച്ച ഹിന്ദി കിട്ടി കാണും. അല്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ എടുക്കാൻ സമയം ഞാൻ ആലോചിച്ചു ഹിന്ദി കിട്ടിയില്ല. അതാണ് നമ്മളുടെ പ്ലാനിങ്. നമ്മുടെ പ്ലാനിങ് എനിക്ക് പോലും കിട്ടിയില്ല. നിങ്ങള് എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ച് എടുക്കുമെന്ന് വിചാരിച്ചല്ല. ഇങ്ങനെയൊന്നും എടുക്കൂല. ആ ഒരു സ്ഥലമൊന്നും കാണിക്കാതെ നമ്മള് സെലിബ്രേഷൻ എന്തായാലും എനിക്ക് എന്റെ വിദൂര ചിന്തയിൽ പോലും ഇല്ലേ. ഹാപ്പി ബർത്ത്ഡേ. വീട്ടിൽ കൊണ്ടുപോയിച്ചോ. എന്റെ ബർത്ത്ഡേ ഒരു ആഘോഷമാക്കി തന്ന ശ്രീകാന്തിനും ബിനുവിനും ഉല്ലാസിനും വളരെയധികം ഞാൻ രേഖപ്പെടുത്തുന്നു. നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. അവനും കൂടെ പറ. കൃത്യസമയത്ത് എന്നെ സർപ്രൈസ് ചെയ്യാൻ പറഞ്ഞ. അപ്പൊ നമ്മളുടെ കുഞ്ഞ് സർപ്രൈസ് ബർത്ത്ഡേ വ്ലോഗ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയാ. ഇഷ്ടപ്പെട്ടോ അതോ ബോറായോ? വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതെ അതെ, ഇനിയും ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യണോ എന്നൊക്കെ പറയാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ. ബൈ ബൈ. അവഞ്ചേഴ്സ് ബർത്ത്ഡേ പോലെ ഇല്ലേ? 6 ബർത്ത്ഡേ. ഷുഗർ കട്ടല്ലേ ഞാൻ തുപ്പല്ലേ. ഇനി നാളെ പോയി ചെലവാക്കി. ഇത് ബില്ല് കേട്ടേക്കാണ്. പെട്രോൾ അടിക്കുന്നു. ഒന്നും കേൾക്കുമെന്ന് തോന്നണില്ല. കേൾക്കൂല.